ഭണ്ഡാരടുപ്പിലെ തീ പകർന്ന ശേഷം ആ അഗ്നിയിൽ ഇതാ പൊങ്കാല തിളച്ചു മറിഞ്ഞിരിക്കുന്നു. കുരവയിടിയിലുകളും പ്രാർത്ഥനകളോടെയും ഭക്തജനങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ചുറ്റും നിന്ന് അത് ഭക്തി പുരസ്സരം അതിനെ നോക്കിക്കാണുകയാണ്. പൊങ്കാല തിളച്ചു മറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പൊങ്കാല നിവേദ്യത്തിൽ. ഇപ്പോഴിതാ പൊങ്കാല തിളച്ചു മറിഞ്ഞിരിക്കുന്നു. ആത്മനിർവൃതിയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ ആറ്റുകാൽ അമ്പല നടയിൽ നിന്നും അമ്പലത്തിൻ്റെ ഏറ്റവും മുന്നിൽ, ശ്രീകോവിലിൻ്റെ മുന്നിൽ നമുക്കിത് കാണാനാവുന്ന കാഴ്ച വളരെ സന്തോഷത്തിൻ്റെയും നിർവൃതിയുടെയും സമാധാനത്തിൻ്റെതുമാണ്. ആറ്റുകാൽ അമ്പല നടയിലെ ഭണ്ഡാരടുപ്പിൽ പൊങ്കാല തിളച്ചു മറിയുന്ന കാഴ്ച. മനസ്സറിഞ്ഞ് ഭക്തലക്ഷങ്ങൾ ഓരോരുത്തരും പൊങ്കാലയിൽ അർപ്പിച്ചു നിൽക്കുകയാണ്. തങ്ങളുടെ മനസ്സും ശരീരവും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു വലിയൊരു കാത്തിരിപ്പ്. അതാ ഇപ്പോൾ തന്നെ കണ്ടല്ലോ, പണ്ടാരടുപ്പിന് മുകളിലുള്ള പൊങ്കാലക്കലം അത് തിളച്ചു മറിയുകയാണ്. ആ തരത്തിലാണ് തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ആ ഒരു തീയിൽ വെന്തുരുകി അവർ പ്രാർത്ഥിക്കുകയാണ്, തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അകറ്റണമേ എന്ന്. ഇനിയൊരു കാത്തിരിപ്പാണ്. ഈ ഒരു പൊങ്കാല കഴിഞ്ഞ അടുത്ത പൊങ്കാലയ്ക്ക് ഉറപ്പായിട്ടും വരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ കൂടിയാണ് ഓരോ മനുഷ്യരും ഇവിടെ നിന്നും യാത്രയാകുന്നത്. കനത്ത ചൂടാണ്, വലിയ വെയിലാണ്, പക്ഷെ അതിനെ ഒന്നും തന്നെ വകവയ്ക്കാതെ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയാണ് ഓരോ ഭക്തരും. ഏറ്റവും മനോഹരമായ കാഴ്ച, ആറ്റുകാലിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. സ്വന്തം അമ്മയാണ്, ആറ്റുകാൽ അമ്മയാണ്. അമ്മയെ ശരണം, ദേവീ ശരണം മന്ത്രങ്ങൾ മാത്രമാണിപ്പോൾ അനന്തപുരിയിൽ എവിടെയും മുഴങ്ങി കേൾക്കുന്നത്. തങ്ങളുടെ പ്രതിസന്ധികളെല്ലാം അകറ്റണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ്. ദുഃഖങ്ങൾ അകറ്റുന്ന അമ്മയാണ്, തങ്ങളുടെ ഭക്തരെ ചേർത്ത് പിടിക്കുന്ന അമ്മയാണ്, തിന്മയെ നിഗ്രഹിക്കുന്ന അമ്മയാണ്. അതാണ് ആറ്റുകാൽ അമ്മ എന്നുള്ള വിശ്വാസമാണ് ഓരോ മനുഷ്യരിലും ഉള്ളത്. മനസ്സറിഞ്ഞവർ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ യാഗശാലയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അനന്തപുരിയും.